ജനാധിപത്യ രാജ്യങ്ങളിൽ ഭരണാധികാരികളുടെ മുൻഗണനകൾ എന്തായിരിക്കണം? ജനങ്ങൾ കണ്ണീരിലും പ്രതിസന്ധിയിലും വീർപ്പുമുട്ടുമ്പോൾ അധികാര കസേരയിലെ റെക്കോർഡുകൾ എണ്ണി ആഘോഷിക്കുന്നത് ഒരു നല്ല ഭരണകൂടത്തിന് ചേർന്നതാണോ? ജൂൺ 10 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ആഘോഷം നടന്നു. നരേന്ദ്രമോദി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി മാറി എന്നതായിരുന്നു ആ ആഘോഷം. ജവഹർലാൽ നെഹ്റുവിന്റെ 4398 ദിവസങ്ങൾ എന്ന റെക്കോർഡ് മറികടന്ന് 4399 ദിവസങ്ങൾ പൂർത്തിയാക്കിയ മോദിയെ പ്രശംസിക്കാൻ കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളും മത്സരിക്കുകയായിരുന്നു. ക്ഷേത്രങ്ങളിൽ പൂജകൾ, സോഷ്യൽ മീഡിയയിൽ ആശംസാ പ്രവാഹങ്ങൾ, NDA നേതാക്കൾ ഒരുമിച്ചുകൂടി ചിരിച്ചുല്ലസിച്ച് താൾമൂടി കഴിക്കുന്ന ചിത്രങ്ങൾ, എല്ലാം ഗംഭീരം. നമുക്ക് ആദ്യത്തെ സംഭവത്തിലേക്ക് വരാം. ഒരു വലിയ റെക്കോർഡ് ആഘോഷത്തിന് തൊട്ടു മുമ്പ് ജൂൺ 8 തിങ്കളാഴ്ച ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിൽ അതിദാരുണമായ ഒരു സ്ഫോടനമുണ്ടായി. ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ 9 സാധാരണക്കാരായ തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. നിരവധി കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് അവിടെ കത്തിയമർന്നത്. ആ നാട് മുഴുവൻ കണ്ണീരിലായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ 4399 ദിവസത്തെ ചരിത്ര നേട്ടം വാഴ്ത്തിപ്പാടിയ BJP നേതാക്കളോ കേന്ദ്രമന്ത്രിമാരോ ഈ ദാരുണ സംഭവത്തിൽ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താൻ തയ്യാറായില്ല. സോഷ്യൽ മീഡിയയിൽ വീഡിയോ കൊളാഷുകളും ചിത്രങ്ങളും പങ്കുവച്ച് ആഘോഷ തിമിർപ്പിലായിരുന്നു കേന്ദ്രമന്ത്രിമാരുടെ വിരലുകൾ. 9 ദരിദ്ര തൊഴിലാളികളുടെ മരണത്തിൽ 2 വരി അനുശോചനം കുറിക്കാൻ ചലിച്ചില്ല. ഒരു വശത്ത് മരണവീടിന്റെ നിശബ്ദത, മറുവശത്ത് അധികാരത്തിന്റെ അട്ടഹാസങ്ങൾ. ഇതല്ലേ വൈരുദ്ധ്യം? ഇനി രണ്ടാമത്തെ വിഷയം നോക്കാം. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന യുവതലമുറയുടെ ഭാവിയെക്കുറിച്ചാണ്. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് എഴുതിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് തെരുവിൽ കരയുകയാണ്. പരീക്ഷാ പേപ്പർ ചോർച്ച, കൃത്രിമത്വം, CBSE പരാജയങ്ങൾ എന്നിവ കാരണം തങ്ങളുടെ കഠിനാധ്വാനം മുഴുവൻ വെള്ളത്തിലായ അവസ്ഥയിലാണ് നമ്മുടെ കുട്ടികൾ. ഈ കൊടുങ്കാറ്റിന്റെ ഒത്ത നടുവിലാണ് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിൽക്കുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു എന്നറിയാമോ? ഹൗസ് ഖാസിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ പൂജ നടത്തുകയായിരുന്നു. എന്തിനാണ് പൂജ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോഗ്യത്തിനും ദീർഘായുസിനും വേണ്ടി. തന്റെ മന്ത്രാലയത്തിന് കീഴിൽ പരീക്ഷാ സംവിധാനം തകർന്നടിഞ്ഞ് കുട്ടികൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ അതിനൊരു പരിഹാരം കാണുന്നതിന് പകരം പ്രധാനമന്ത്രിയെ പ്രീണിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിൽ ആശംസാ പോസ്റ്റുകൾ ഇടുന്ന തിരക്കിലായിരുന്നു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. ഭരണപരാജയങ്ങൾ അവിടെയും തീരുന്നില്ല. സാധാരണക്കാരന്റെ പോക്കറ്റടിക്കുന്ന രീതിയിൽ ഇന്ധനവിലയും പാചകവിലയും കുതിച്ചുയരുകയാണ്. മോദി സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത കാരണം രാജ്യത്തെ ജനജീവിതം ദുസ്സഹമായി മാറിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാൽ പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്നു. അത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെയും പ്രവാസികളെയും ബാധിക്കാൻ പോകുന്നു. ഈ സമയത്താണ് BJP നേതാക്കൾ പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായം എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന്. RSS നേതാക്കളായ റാം മാധവ് അടക്കമുള്ളവർ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ 4399 ദിവസത്തെ റെക്കോർഡിനായി മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതി അന്തരീക്ഷം ഒരുക്കുകയായിരുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും മറ്റു മുതിർന്ന നേതാക്കളും ഈ അപൂർവ നേട്ടത്തെ വാനോളം പുകഴ്ത്തി. പക്ഷെ ചോദിക്കട്ടെ, വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സാധാരണക്കാരന് ഈ 4399 ദിവസങ്ങൾ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? പരീക്ഷാ പേപ്പർ ചോർന്ന് ഭാവി ഇരുളടഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഈ സുവർണ അധ്യായം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഈ രാജ്യം ആരുടേതാണ്? കുറച്ച് നേതാക്കളുടെ റെക്കോർഡുകൾ ആഘോഷിക്കാനുള്ളതാണോ ഈ ജനാധിപത്യം? ചരിത്രത്തിൽ തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലെത്തുക എന്നത് വലിയൊരു രാഷ്ട്രീയ നേട്ടം തന്നെയായിരിക്കും. അതിനെ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. എന്നാൽ അധികാരം എന്നത് കേവലം ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനുള്ളതല്ല, ജനങ്ങളെ സേവിക്കാനുള്ളതാണ്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ സ്ഫോടനത്തിൽ മരിച്ചു വീഴുമ്പോൾ, നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ നീതിക്കായി തെരുവിൽ അലയുമ്പോൾ, ഭരണാധികാരികൾ ഓഫീസിൽ മിഠായി കഴിച്ചും ചിരിച്ചും ആഘോഷിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്.